നേമത്ത് പരസ്യ സംവാദത്തിന് തീയതിയും സ്ഥലവും അറിയിക്കാൻ ആവശ്യപ്പെട്ട വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. സംവാദം ഒരു പ്രധാന വിഷയമേ അല്ലെന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വികസന മുരടിപ്പിൽ നിന്നും ഭരണപരാജയത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള തന്ത്രമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളോട് എല്ലാം ശരിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രധാന ചോദ്യം. ഒരുപടി കൂടിക്കടന്ന സംവാദത്തിന് വരാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യവും നട്ടലും ഉണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. സംസ്ഥാനം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഭരണകൂടമെന്ന് അദ്ദേഹം പറഞ്ഞു. സംവാദം ചർച്ചയാക്കുന്നത് വെറും ഗിമ്മിക്ക് മാത്രമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ജനശ്രദ്ധ തകർക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ അനുവദിക്കില്ല. വി ശിവൻകുട്ടി പല കാര്യങ്ങളിലും ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ടെന്നും അത് സംവാദത്തിലൂടെയല്ല മറിച്ച് ജനങ്ങളുടെ മുന്നിലാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയരുന്ന യഥാർത്ഥ വിഷയങ്ങൾ മുഖ്യ കളയാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവാദത്തിന് താനാണ് വെല്ലുവിളിച്ചതെന്നും തനിക്ക് താല്പര്യമുള്ളപ്പോൾ ശിവൻകുട്ടിയെ നേരിട്ട് വിളിച്ചുകൊള്ളാമെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രചാരണം നടത്തേണ്ട കാര്യമില്ല. രാഷ്ട്രീയമായ അന്തസ്സോടെ നേരിട്ട് സംസാരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളിലൂടെയുള്ള വെല്ലുവിളികൾ കേവലം രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ് അദ്ദേഹം വിമർശിച്ചു. സംവാദം നടക്കുകയാണെങ്കിൽ അതിൽ വി ശിവൻകുട്ടി മാത്രം പങ്കെടുത്താൽ പോരുന്ന നിലപാടിലാണ് BJP സ്ഥാനാർത്ഥി. സർക്കാരിന്റെ നയങ്ങളെയും പരാജയങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി വേദിയിലെത്തണം. എങ്കിൽ മാത്രമേ സംവാദം അർത്ഥപൂർണമാകൂ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അധികാരത്തിന്റെ കേന്ദ്രബിന്ദുവായ മുഖ്യമന്ത്രി തന്നെ ചോദ്യങ്ങളെ നേരിടണമെന്നാണ് രാജീവിന്റെ ആവശ്യം. മാധ്യമങ്ങൾ വഴി ഗിമ്മിക്കായിട്ടല്ല താൻ സംവാദത്തെ കാണുന്നത്. വ്യക്തിപരമായ ആശയവിനിമയത്തിലൂടെ അത് തീരുമാനിക്കാം. ഞാൻ ശിവൻകുട്ടിയോട് വിളിച്ചു പറയാം, മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. പ്രായോഗികമായ വികസന ചർച്ചകളാണ് മണ്ഡലത്തിന് ആവശ്യമെന്നും അനാവശ്യ വിവാദങ്ങളല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നേമത്തെ വോട്ടർമാർക്ക് മുന്നിൽ കഴിഞ്ഞ കാലത്തെ ഭരണപരാജയങ്ങൾ ചർച്ചയാകുന്നത് തടയാനാണ് CPM നീക്കം നടത്തുന്നതെന്ന് BJP ക്യാമ്പ് ആരോപിക്കുന്നു. വികസന കാര്യങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണമാണ് BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഉയർത്തി പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഇത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മണ്ഡലത്തിലെ വികസന മുരടിപ്പും ക്രമസമാധാന പ്രശ്നങ്ങളും സംവാദത്തിന് വിധേയമാകണം. എന്നാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയണം. വി ശിവൻകുട്ടിയേക്കാൾ ഉപരി സർക്കാരിന്റെ തലവൻ തന്നെ മറുപടി പറയുന്നതാണ് ഉചിതമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയമായി വടംവലി നേമത്തെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഈ വാക്പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. വി ശിവൻകുട്ടിയുടെ വെല്ലുവിളിയും രാജീവ് ചന്ദ്രശേഖറിന്റെ കടുത്ത മറുപടിയും വോട്ടർമാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെ നേട്ടങ്ങളും BJPയുടെ വികസന കാഴ്ചപ്പാടുകളും തമ്മിലുള്ള പോരാട്ടമായി നിയമം മാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി സംവാദത്തിലേക്ക് വലിച്ചഴിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം ഇടതുപക്ഷത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. BJPയുടെ വികസനവാദങ്ങളെ നേരിടാൻ ശിവൻകുട്ടി തയ്യാറാകുമോ അതോ മുഖ്യമന്ത്രി ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിയമമണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്.